ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മോഡ്യൂൾ 5 ഡിവിഡൻഡ് ഡിസിഷൻസിൽ 4ാമത്തെ ഓൺലൈൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഡിവിഡൻഡ് പോളിസികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഡിവിഡൻഡ് തിയറീസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇനിയും ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് എങ്ങനെയാണ് ഡിവിഡൻഡ് പോളിസീസ് അല്ലെ ഡിവിഡൻഡ് പ്രാക്ടീസസ് ഇന്ത്യയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നത്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ എങ്ങനെയാണ് ഇത് നടപ്പിൽ വരുത്തുന്നത് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് ഡിവിഡൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷനുമാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൂടുതലായും ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനും വെൽത്ത് മാക്സിമൈസേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടാണ്. വെൽത്ത് മാക്സിമൈസേഷൻ നടത്തണമെന്നെങ്കിൽ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കൂടുതലായി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ആ ഒരു ഇൻകത്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഈ എഫക്റ്റ് കൊണ്ട് കമ്പനിയുടെ ഗുഡ് വിൽ റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റീവ്സും ഒരേപോലെ തന്നെ നേരിടേണ്ട അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളത്. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഇൻ ഡിറ്റർമൈൻ ദ ഡിവിഡൻഡ് പോളിസി ഈസ് ദ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കണമെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷനാണ് കൂടുതലായിട്ട് അനുയോജ്യമായി തീരേണ്ടത്. വെൽത്ത് മാക്സിമൈസേഷൻ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണം. അതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നതിന് മാർക്കറ്റ് ഷെയറിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൂടുതലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫേവറബിൾ കണ്ടീഷനിൽ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ വെൽത്ത് മാക്സിമൈസേഷൻ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇത് പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിന് ഒരുപാട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് therefore a company should investment opportunities to maximize possible extent. Similarly, it should follow a stable dividend policy. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ദാറ്റ് മീൻസ് ദ കമ്പനി ഷുഡ് ട്രീറ്റ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആസ് എ പാസീവ് റെസിഡ്യൂവൽ active decision variable and dividend as a passive residual. Most of the profitable Indian companies and multinational corporations are paying dividend regularly and following a stable dividend policy. There are paying dividend only after retaining a stable amount of profit for future expansion and growth. ഇപ്പോൾ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഗ്രോത്ത് നേടിയെടുക്കണമെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസികൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പോളിസിയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കമ്പനിക്കും അവരുടെ പ്രസൻറ്റ് ഡേ സിറ്റുവേഷൻ അനുസരിച്ച് ഒരിക്കലും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസികൾ മേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ കമ്പനീസ് ഡിറ്റർമൈൻ ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദ ബാലൻസ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അല്ലെങ്കിൽ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. Most of the Indian companies believe that by following a stable dividend policy with a high dividend payout ratio, DPR-നെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഉയർന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ DPR-ൻ്റെ റേറ്റ് കൂട്ടാൻ കഴിയുകയുള്ളൂ. സോ ദേ ക്യാൻ മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഷെയർസ്. ഇങ്ങനെ DPR കൂട്ടുന്നത് വഴി അല്ലെങ്കിൽ ഉയർന്ന റേറ്റിലുള്ള DPR റേഷ്യോ എപ്പോഴും ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യും എന്നും ആണ് ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത്. ദ ഇമേജ് ഓഫ് സച്ച് കമ്പനീസ് ഇൻ ദി സ്റ്റോക്ക് ഓൾസോ ഇംപ്രൂവ്ഡ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ്
ഓൾസോ ഫേവർ സച്ച് കമ്പനീസ്. ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടുതലായും കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമെടുക്കുകയും അവർ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആകുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഹൈ റേറ്റിലുള്ള ഒരു ബൂം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ കമ്പനിയുടെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് വെൽത്ത് മാക്സിമൈസേഷൻ വളരെ വേഗത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന മെത്തേഡ്സുകളാണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ഹെഡ്സ്. ദേ ആർ ആസ് ഫോളോസ്. നമുക്ക് ഈ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 4 ടൈപ്പ് പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എ ഫിക്സഡ് റുപ്പി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. സെക്കൻഡ് വൺ, മിനിമം റുപ്പി എമൗണ്ട് വിത്ത് എ സെറ്റപ്പ് ഫീച്ചർ. Third one, fixed percentage of net profit. And last one is dividend as a fixed percentage of market value. ഈ 4 ടൈപ്പ് പ്രാക്ടീസസും എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫിക്സഡ് റുപ്പി എമൗണ്ട് ഡിവിഡൻഡ് പ്രാക്ടീസ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിവിഡൻഡ് പ്രാക്ടീസാണ്. ഒരു ഫിക്സഡ് എമൗണ്ട് നൽകിക്കൊണ്ടാണ് ഡിവിഡൻഡ് പല കമ്പനികളും ഈ ഒരു പ്രാക്ടീസ് അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റും നൽകുന്ന ഡിവിഡൻഡും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രപ്പോർഷനോ ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദിസ് പോളിസി emphasize the significance of a regularity in payment of dividend of a given size. And according to this policy, there is no connection between dividend paid and current year's profit. നമുക്കറിയാം ഡിവിഡൻഡ് നൽകുന്നത് അതാത് വർഷത്തെ പ്രോഫിറ്റിൻ്റെ, ഓപ്പറേഷണൽ പ്രോഫിറ്റിൻ്റെ നിശ്ചിത ശതമാനം മാറ്റിയിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പോളിസി അനുസരിച്ച്, അല്ലെ ഈ ഒരു പ്രാക്ടീസ് അനുസരിച്ച് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും നൽകാതെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് കൂടിയ എമൗണ്ടിനായിരിക്കും നൽകുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഇയർ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ കുറച്ച് ഒരു പ്രോഫിറ്റ് ആയിരിക്കും, ഏരിയ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റിനും ഇപ്പോൾ നൽകുന്ന ഡിവിഡൻഡിനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രപ്പോർഷനോ യാതൊരു തരത്തിലുള്ള ബന്ധമോ ഇല്ലാത്ത തരത്തിൽ നൽകുന്ന ഡിവിഡൻഡ് പ്രാക്ടീസാണ് ഫിക്സഡ് റുപ്പി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദിസ് പോളിസി ട്രീറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സം വാട്ട് ലൈക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഗീവ്സ് നോ കൺസിഡറേഷൻ. ഒരു തരത്തിലുള്ള കൺസിഡറേഷനും ആർക്കും നൽകുന്നില്ല. ഇവിടെ ഒരു വാക്ക് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രിഫറൻസ് ഷെയർസോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സോ ഇപ്പോൾ ഇല്ല. എങ്കിലും തിയറട്ടിക്കലായിട്ടുള്ള ഫോർമുലേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ലിറ്ററേച്ചറിൽ പറയുന്നത് പോലെ 2 തരത്തിലും ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ഒരു തരത്തിലുള്ള കൺസിഡറേഷനും നീ ഇന്ന ക്ലാസ്സിലുള്ള ഷെയർ ഹോൾഡറാണ്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലുള്ള ഷെയർ ഹോൾഡറാണ്, അത് നിനക്ക് കൂടുതൽ കിട്ടും എന്നുള്ള ഒരു കണ്ടീഷനോ ഒരു കൺസിഡറേഷനോ നൽകുന്നില്ല. എത്ര രൂപയാണോ എല്ലാ വർഷവും റെഗുലറായിട്ട് നൽകുന്നത് അത് നൽകും. അതൊരിക്കലും കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ബന്ധം സൂക്ഷിക്കുന്നില്ല. ഇങ്ങനെ നൽകുന്ന ഒരു ഡിവിഡൻഡ് പ്രാക്ടീസാണ് ഫിക്സഡ് റുപ്പി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, the danger in using this policy is that if the dividend payments are too large and there is a huge erosion of working capital. ഇറോഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ രോഗം ബാധിച്ച അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രോഗബാധിതനായി തീരുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഓടാനുള്ള അല്ലെങ്കിൽ എനർജി ഇല്ലാതെ വരുന്ന സാഹചര്യം, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് ഇങ്ങനെയുള്ള ഒരു ഡിവിഡൻഡ് പ്രാക്ടീസിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് പലപ്പോഴും പല കമ്പനികൾക്ക് തങ്ങളുടേതായിട്ടുള്ള ഓപ്പറേഷൻസ് സക്സസ്ഫുള്ളായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുന്ന സാഹചര്യവും ഈ ഒരു സിസ്റ്റം ഓഫ് ഡിവിഡൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഡിവിഡൻഡ് പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ ഡിവിഡൻഡ് പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാവൂ. ഇതാണ് ഫിക്സഡ് റുപ്പി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പറയുന്നത്.
അടുത്ത രണ്ടാമത്തെ പ്രാക്ടീസ് മിനിമം റൂപ്പി എമൗണ്ട് വിത്ത് എ സെറ്റപ്പ് ഫ്യൂച്ചർ. ഇത് അല്പം വ്യത്യാസമായിട്ടുള്ള ഒരു മെത്തേഡാണ്. This policy is based on the proposal that the present shareholders want a regular rupee amount as dividend. എവിടെയും ഏതൊരു ഷെയർ ഹോൾഡറും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. റെഗുലറായിട്ട് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻകം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അതിന് ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളുടെ ഷെയറുകൾ വാങ്ങണം, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് കമ്പനികൾ ഡിവിഡൻഡ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റം അനുസരിച്ച്, അല്ലെ ഈ ഒരു പ്രാക്ടീസ് അനുസരിച്ച് പ്രസൻറ്റ് ഇപ്പോൾ നിലനിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് റെഗുലറായിട്ടുള്ള ഒരു ഇൻകം ഡിവിഡൻഡ് ലഭിക്കണം. ഹവർ അതിനോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ഇവിടെ, ഹവർ സ്മോൾ ഇറ്റ് മേ ബി, വളരെ ചുരുങ്ങിയ ആൾക്കാരാണെങ്കിലും ചുരുങ്ങിയ രീതിയിലുള്ള പെർസെൻറ്റേജിലാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് തുടരാം. പക്ഷേ ദി സ്മോൾ എമൗണ്ട് ഓഫ് ദി ഫിക്സഡ് ഡിവിഡൻഡ് എയിംസ് അറ്റ് ദ റെഡ്യൂസിങ് ദ ചാൻസ് ഓഫ് എവർ മിസ്സിങ് എ ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ലഭിക്കാതെ വരാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പോൾ മിനിമം റൂപ്പി കൊടുക്കുന്നതിനോടൊപ്പം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അത് കൂടുതലായിട്ട് പ്രാധാന്യത്തോടു കൂടി ഫങ്ഷൻ ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് the emphasis is placed on internal financing, on establishing a board foundation of equity capital for future borrowings. അപ്പോൾ ഇവിടെ നൽകുന്ന മറ്റൊരു ഇൻറ്റേർണൽ ഫിനാൻസിങ്ങൂടെ ചേർത്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഫങ്ഷൻ ചെയ്യാതെ തന്നെ ഫ്യൂച്ചർ ബോറോയിങ്സുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചർ ബോറോയിങ്സിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിവിഡൻഡ് പ്രാക്ടീസ് അല്ലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു മെത്തേഡാണ് രണ്ടാമത്തെ മിനിമം റൂപ്പി എമൗണ്ട് വിത്ത് എ സെറ്റ് ഫ്യൂച്ചർ കൊണ്ട് പറയുന്നത്. This is a popular policy for companies with a fluctuating profit because it provides managers with a policy guide without seriously restricting their freedom of decision making. Certain shareholders also like it because it allows them to plan on fixed amount of cash, and at the same time there is a possibility of getting a reward by way of capital appreciation or growth of their ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ചില ഷെയർ ഹോൾഡേഴ്സ് അവരുടെ സ്ഥിരമായിട്ടുള്ള റെഗുലറായിട്ടുള്ള ഇൻകം ലഭിക്കണം, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ലഭിക്കണം എന്നുള്ള കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് മിനിമം റൂപ്പി എമൗണ്ട് വിത്ത് എ സെറ്റ് ഓഫ് ഫ്യൂച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറയുന്ന ഫീച്ചറൂടെ ചേർത്തിട്ട് ഫ്യൂച്ചർ ബോറോയിങ്സുമായി റിലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡായ മിനിമം റൂപ്പി എമൗണ്ട് വിത്ത് എ സെറ്റ് ഓഫ് ഫ്യൂച്ചർ. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ, നാലാമത്തെ ഡിവിഡൻഡ് പ്രാക്ടീസ്, ഡിവിഡൻഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് പ്രൈസ്. ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചത് ഡിവിഡൻഡ് നൽകുന്നത് നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഡിവിഡൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് സ്ലൈഡ്, ആസ് ഷെയർ ഹോൾഡേഴ്സ് often translate their dividend income into the percentage of returns of market price of their shares, financial managers should relate dividend to the value of company's shares rather than to its profit. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഷെയറിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഔട്ട്കം ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഡിവിഡൻഡ് ഡിക്ലറേഷൻ നടത്തുന്നത് ഫ്ലക്ച്വേഷൻസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്, ഷെയർസിൻ്റെ മാർക്കറ്റിലുണ്ടാകുന്ന വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഫ്ലക്ച്വേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് വർഷം ഒരു ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രാക്ടീസസ് ആണ് നാലാമത്തെ ഡിവിഡൻഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്.
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പ്രധാനമായും ഡിവിഡൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ കോർപ്പറേറ്റ്സുകൾ ഏതൊക്കെ തരത്തിലുള്ള ഡിവിഡൻഡ് പോളിസി പ്രാക്ടീസസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഈ നൽകുന്ന ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഈ സമയത്ത് യൂട്ടിലൈസ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.